in progress. ഓക്കെ ടീച്ചേഴ്സ്, നമുക്ക് ഡേ 8 ആണ് നോക്കേണ്ടത്. ബാച്ച് 12ൻ്റെ ഡേ 8 മറ്റൊരു പ്രയോജനകരമായ ക്ലാസ് ആണ്. നമുക്ക് ഇന്ന് പ്രസൻറ്റേഷൻസ്, പ്രൊജക്ടറിൻ്റെ സഹായത്താൽ നമ്മൾ കാണിക്കുന്ന പ്രസൻറ്റേഷൻസ്, അതല്ലെങ്കിൽ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് നൽകാവുന്ന ഒരു പാഠഭാഗത്തിൻ്റെ പോർഷൻസ് ഒക്കെ എങ്ങനെ നമുക്ക് പ്രസൻറ്റേഷൻ രൂപത്തിലാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ എയുടെ സഹായത്താൽ ഒരു ഓഡിയോ, അതായത് മ്യൂസിക് തയ്യാറാക്കാനും നമ്മൾ പഠിക്കും. ഈ രണ്ട് ആക്ടിവിറ്റിയാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ബാച്ച് 12 എടുക്കുക, ക്ലാസ് റൂമിൽ ബാച്ച് 12 എടുക്കുക, ഡേ 8. ഞാൻ ഗാമ എ ഐ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമുക്ക് ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നു. ഗാമ എ ഐ. അതിനകത്ത് വേണ്ട പ്രോംപ്റ്റാണ് ഞാൻ തന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു പാരഗ്രാഫ് എടുത്താൽ മതി. ടോപ്പിക് ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അത് തന്നെ ഗവേഷണം നടത്തി നമുക്ക് ഒരു സെറ്റ് ഓഫ് പ്രസൻറ്റേഷൻസ് തയ്യാറാക്കി തരും. നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഗൂഗിൾ എടുത്തിട്ട് ഗാമ എ ഐ എന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഗൂഗിൾ എടുക്കുക, ഗാമ, ആൽഫ ഗാമ എ ഐ എന്ന് അടിക്കുക. ആദ്യം കിട്ടുന്നതാണ് ഈ സൈറ്റ് ഗാമ എ ഐ. ക്ലാസ്സിലുള്ള ഒരു ടീച്ചറാണ് ജോയിൻ ചെയ്യാൻ. ഒരു സെക്കൻഡ്, ഞാൻ എന്തോ ഒരു മെസ്സേജ് അറിയാതെ പോയെന്നാ പറയുന്നത്. B8 എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, എന്താണോ? എനിവേ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ഗാമ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ തയ്യാറാക്കാനുള്ള ഒരു AI ടൂളാണ്. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ പ്രോംപ്റ്റ് എവിടെയുണ്ട്? ക്ലാസ് റൂമിൽ നിന്ന് ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗാമയിൽ പേസ്റ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള പ്രസൻറ്റേഷൻസ് തയ്യാറാക്കി എടുക്കാം. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ഗാമ എടുക്കുന്നത്. ഗൂഗിൾ ആദ്യം എടുക്കുക, ഗൂഗിൾ എടുത്ത് ഗാമ എ ഐ എന്ന് അടിച്ചു കൊടുക്കുക. ഗാമ എ ഐ അടിക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ റൗണ്ട് ലോഗോ ഒക്കെ നോക്കി വെച്ചിരുന്നാൽ മതി. ഗാമ എ ഐ ഇങ്ങനെ നോക്കി കിട്ടും. ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ടോപ്പിൽ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ എന്താണ് അതിലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ 294 ക്രെഡിറ്റ്സ് എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്രെഡിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. AI നമുക്ക് കുറച്ച് ക്രെഡിറ്റ്സ് കടമായിട്ട് തരും. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഫ്രീ യൂസേഴ്സിന് ക്രെഡിറ്റ്. അപ്പം നമ്മൾ ഉപയോഗിച്ച് പഠിച്ച് നമുക്ക് ഉപയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇതിൻ്റെ കൂടുതൽ ഹയർ വെർഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ പഠിക്കാം. ഒരു ഫ്രീ ക്രെഡിറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് പഠിക്കാം. ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളോട്
കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്, ജനറേറ്റ് ചോദിക്കുന്നുണ്ട്, പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്, ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ് ചോദിക്കുന്നുണ്ട്, ഇമ്പോർട്ട് ഫയൽ ഓർ URL എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ജനറേറ്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോണേ. ജനറേറ്റ് എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഐഡിയ പ്രോംപ്റ്റുമായിട്ട് പോകും. അപ്പോൾ ആര് തയ്യാറാക്കി തരും? ഈ AI നമുക്ക് എല്ലാ A to Z കാര്യങ്ങൾ തയ്യാറാക്കി തരും. ജനറേറ്റ് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോംപ്റ്റുമായിട്ട് ചെല്ലും. ഇവിടെ ഗാമയിലോട്ട് ചെല്ലും. നമ്മൾ പ്രോംപ്റ്റുമായിട്ടാണ് വന്നത് അല്ലേ? ക്ലാസ് റൂമിനകത്തുനിന്ന് പ്രോംപ്റ്റ് കൊണ്ടാണ് വന്നത്. ഈ ആദ്യം കാണുന്ന ഈ ഒരു പാരഗ്രാഫും കൊണ്ടാണ് ഞാൻ വന്നത്. ഇതിനകത്ത് പറയുന്ന ക്രിയേറ്റ് എ പ്രൊഫഷണൽ പവർ പോയിന്റ് പ്രസന്റേഷൻ എബൌട്ട് ദി യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ ടീച്ചേഴ്സ് എന്ന ടോപ്പിക്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ടീച്ചേഴ്സിന് ഇതെങ്ങനെയാണ് സഹായകരമാകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് പ്രസൻറ്റേഷൻ ഉണ്ട്, വെബ് പേജ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ഗ്രാഫിക് ഉണ്ട്. പ്രസൻറ്റേഷനാണ് നമുക്ക് വേണ്ടത്. താഴെ സ്ലൈഡ്സ് തന്നിട്ടുണ്ട്. 10 സ്ലൈഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് 10 സ്ലൈഡ് എടുക്കാൻ ഒരു 15 മിനിറ്റ് ഒക്കെ പിടിക്കും. നമുക്കൊരു 3 സ്ലൈഡ് മതി. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി 3 സ്ലൈഡ് കൊടുത്തു. പേസ്റ്റ് ചെയ്തു, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ക്ലാസ് റൂമിൽ ഞാൻ തന്നിട്ടുള്ള ആദ്യത്തെ പാരഗ്രാഫ് അതിനെടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ബട്ടണാണ് താഴെയുള്ളത്. അതിനർത്ഥം നമുക്കൊരു ഔട്ട്ലൈൻ ഇത് ജനറേറ്റ് ചെയ്ത് തരും. ആര്? ഗാമ. ഗാമ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി തരും. ഇപ്പം നോക്കുകയാണെങ്കിൽ 3 സ്ലൈഡ് മതി എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. 3 ഔട്ട്ലൈനാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പേജിലെ AI ഫോർ ടീച്ചേഴ്സ് ഫ്രം ഫാസ്റ്റർ പ്ലാനിങ് ടു സ്മാർട്ടർ ലേണിംഗ്. രണ്ടാമത്തത് ദി 5 ക്ലാസ് റൂം വിൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലാൻ, അസസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 പേജുകളാണ്. ഞാൻ 3 പേജ് ആവശ്യപ്പെട്ടുള്ളൂ. 3 പേജിൻ്റെ കണ്ടന്റുകളൊക്കെ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? 3 സ്ലൈഡ്സ് കണ്ടന്റ് കിട്ടി. ഇനി ഈ സെക്ഷനിലോട്ട് വരാം. കസ്റ്റമൈസ് യുവർ ഗാമ. എങ്ങനെയാണ് ഈ കണ്ടന്റ് കാണുന്നത്? ഈ 2 കോളം ആയിട്ട് വേണോ അതോ 3 കോളം ആയിട്ട് വേണോ, എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വിഷ്വൽസിനകത്ത് എങ്ങനെ ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് ഡാർക്ക് കൊടുക്കാം. എല്ലാ കളറും ഒരു 6 സാമ്പിൾ വച്ചിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് അത് കൊടുത്തത്. ഇപ്പം ഞാൻ പീച്ച് എന്ന് പറയുന്ന ഇതിനെ അങ്ങ് സെലക്ട് ചെയ്യാം. ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് കുറേ ടൈപ്പുകളുണ്ട്. അതിൽ ജനറേറ്റ് ചെയ്യുന്ന ചിത്രം ഏത് ടൈപ്പിൽ വേണം. ഈ സീൻ മോഡൽ, ഒരു അക്വാറ്റിക് മോഡലിലൊക്കെയാണ് വെച്ചേക്കുന്നത്. ആ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഫോട്ടോ, റിയലിസ്റ്റിക് ഫോട്ടോ മോഡൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സ്റ്റിൽ ലൈഫ്, ഈ കാണിക്കുന്ന ഇലിസ്ട്രേഷൻ, വ്യൂ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ തരാം. ഇതിപ്പോൾ വന്നതാണ് വ്യൂ മോർ. കൂടുതൽ ഇങ്ങനത്തെ കുറേ സാധനം വെച്ചിട്ടുണ്ട്. ഞാൻ ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈഫ് സ്റ്റൈൽ കൊടുത്തു. ഇത് താഴെ ജനറേറ്റ് കൊടുക്കാൻ. ജനറേറ്റ്, ഇത്രേ ഉള്ളൂ, പണി തീർന്നു. ഈ ജനറേറ്റ് ചെയ്യുമ്പോൾ 3 സ്ലൈഡ് നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റേഷൻ മോഡലിൽ തയ്യാറാക്കി തരും. AI സഹായത്താൽ എങ്ങനെ പ്രസൻറ്റേഷൻസ് നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാമ എന്ന് പറയുന്ന ടൂളാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. ഗാമ പോലുള്ള ഒരുപാട് AI ടൂൾസ് നമുക്കിങ്ങനെ ഒരു ലിമിറ്റഡ് ക്രെഡിറ്റ് തരുന്നുണ്ട്. അപ്പം അതുപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. സാധാരണഗതിയിൽ ഇങ്ങനെ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ടെക്സ്റ്റ് ആദ്യം തയ്യാറാക്കണം, പിന്നെ ചിത്രം ഗൂഗിളിൽ നിന്ന് എടുക്കണം, പവർ പോയിന്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. നല്ല വർക്കുള്ള പരിപാടിയാണ്. അതിനെല്ലാം ഇതാക്കി അത് തന്നെ കണ്ടന്റ് തയ്യാറാക്കി അത് തന്നെ ചിത്രങ്ങൾ, ആപ്റ്റായിട്ടുള്ള ചിത്രങ്ങൾ തയ്യാറാക്കി നമുക്ക് തരികയാണ്. നമ്മൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് തയ്യാറായി. ഇപ്പോൾ 2 തയ്യാറായിട്ടുണ്ട്. ഈ സൈഡിൽ ഞാൻ മൗസ് വെച്ചേക്കുന്ന സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2 തയ്യാറാക്കി, ഇനി ഒരെണ്ണം കൂടെ തയ്യാറാക്കാനുണ്ട്.
നമുക്കിത് എന്നോടൊപ്പം ഒരു പാഠപുസ്തകം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. പാഠപുസ്തകത്തിൻ്റെ ഞാൻ എങ്ങനെ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ പ്രോംപ്റ്റ് അല്ലേ കൊടുത്ത, ഇനി സ്ലൈഡായിട്ട് തിരിച്ചു തരാൻ പറയാം. ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഒരു പാഠപുസ്തകം കൊടുത്തിട്ട് എനിക്ക് സ്ലൈഡ് ബൈ സ്ലൈഡായിട്ട് തയ്യാറാക്കാനുള്ള തയ്യാറാക്കി തരാൻ പറയാം. അപ്പോൾ അതിനെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതുപോലെ ചെയ്യും. അപ്പോൾ രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാം. കണ്ടല്ലോ ടീച്ചേഴ്സ്, നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട്. 3 സ്ലൈഡാണ്, 1 2 3, 3 സ്ലൈഡുകളാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഏത് മെത്തേഡിൽ വേണം? രണ്ട് രീതികളിലാണ് സാധാരണ കണ്ടുവരുന്നത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. ഒന്ന് PDF, മറ്റത് എക്സ്പോർട്ട് പവർ പോയിന്റ്. പിന്നെ ഗൂഗിൾ സ്ലൈഡും ഉപയോഗിക്കാം. ഇനി ചിത്ര രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ സാധ്യത PDF-ഉം പവർ പോയിന്റുമാണ്. ഞാൻ PDF കൊടുക്കുകയാണ്. PDF ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്നൊരു ഐഡിയ കിട്ടും. യെസ്, കണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ് പേജ്. AI for teachers from faster planning to smarter learning. ഓക്കെ അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടി അല്ലേ? ഒരെണ്ണം കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ എടുത്ത് വെച്ച പാഠം ഇതാണ്. ഇതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്നാം ക്ലാസ്സിൻ്റെ EVS ചിത്രങ്ങളൊന്നും വന്നില്ല. ഒന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാം. ആദ്യം ക്യാൻവൻ, സോറി, കണക്ഷൻ പോയി. ചാറ്റ് ജി പി ടി എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ചാറ്റ് GPT എടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. EVS പാർട്ട് 1 സ്റ്റാൻഡേർഡ് 3. ഇത് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് തരാം. ഇനി അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ കൊടുത്തിട്ട് അതിന് ആവശ്യപ്പെടാം. മൂന്നാം ക്ലാസ്സിൻ്റെ EVS, മൂന്നാം ക്ലാസ്, മൂന്നാം ക്ലാസ്സിൻ്റെ EVS ഫസ്റ്റ് യൂണിറ്റ് പാർട്ട് 1 ഇംഗ്ലീഷ് എടുത്ത് കളയാം. ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുക്കാം. പ്ലാന്റ്സ് പാർട്ട് ആൻഡ് ദെയർ ഫങ്ഷൻ. ഇത് കൊള്ളാൻ തോന്നുന്നു. ഈ ഒരു ടോപ്പിക്കില്ലേ, ഈ ഒരു ചിത്രം നമുക്ക് ചാറ്റ് GPT കൊടുത്തിട്ട് ഇതിൻ്റെ സ്ലൈഡ്സ് ബൈ സ്ലൈഡായിട്ട് നമുക്ക് തയ്യാറാക്കി തരാൻ പറയാം. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു ഫുൾ യൂണിറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ്. ഒരു ചിത്രം മതി. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകാം. നമ്മുടെ കയ്യിലുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ഏത് വിഷയം വേണമെങ്കിലും ആവാം, അതിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് ചാറ്റ് GPT പോകുന്നു. ചാറ്റ് GPT അതിനെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ചാറ്റ് GPT പറയാണ് എനിക്ക് 5
സ്ലൈഡ് അല്ലെങ്കിൽ 4 സ്ലൈഡ് വേണം. ഐ നീഡ് 4 സ്ലൈഡ് കണ്ടന്റ് ഫോർ generating presentation. AI presentation എന്ന് കൊടുത്താൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കുമേ. AI presentation. I need 4 slide content for generating. അപ്പോൾ ഇത് ചാറ്റ് ജി പി ടി കൊണ്ട് നമ്മൾ ചെയ്യിക്കുക. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 4 സ്ലൈഡ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിനെ കോപ്പി ചെയ്ത് ഗാമയ്ക്ക് കൊടുക്കുന്നു. ഗാമ അതിനെ നല്ല ഭംഗിയുള്ള കണ്ടന്റ് ആയിട്ട് തയ്യാറാക്കി തരും. യെസ്, കിട്ടിയിട്ടുണ്ടേ. ആദ്യം സ്ലൈഡ് 1, പ്ലാൻസ് പാർട്ട് ആൻഡ് ദെയർ ഫങ്ഷൻസ്. 2, എക്സ്പെരിമെന്റ്. 3, ഒബ്സർവ് ദ ചേഞ്ചസ്. 4, കൺക്ലൂഷൻ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പോൾ നമുക്ക് അത് എടുക്കാം. കണ്ടന്റ് ഇങ്ങനെ കോപ്പി പേസ്റ്റ്, ഇങ്ങനെ 4 സ്ലൈഡും കോപ്പി എടുക്കുക. കോപ്പി. നമ്മുടെ ജോലി എളുപ്പമാണ്. നമ്മളൊരു ചിത്രം കൊടുക്കുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, 4 സ്ലൈഡ് ആക്കി തരൂ. എന്തിനാണ്? ഫോർ ജനറേറ്റിംഗ് AI പ്രസന്റേഷൻ. ഗാമ എവിടെ? ഗാമ വന്നു. ഗാമയിൽ നമ്മൾ ഹോം പേജ് എടുക്കുക. ഏറ്റവും ടോപ്പ് ഹോം പേജ് എടുക്കുക. ഹോം പേജ് കണ്ടല്ലോ, ഹോം പേജ്. ആദ്യം നമ്മൾ ചെയ്ത AI ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള പ്രസന്റേഷൻ തയ്യാറാക്കി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി. ഇത് രണ്ടാമത്തതാണ്. ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്ത് വേണം ചെയ്യാൻ. നമ്മൾ ആദ്യം ടെക്സ്റ്റിലെ ഒരു ചിത്രം ചാറ്റ് ജി പി ടിക്ക് കൊടുത്തിട്ട് ചാറ്റ് ജി പി ടിയെ കൊണ്ട് കുറച്ച് ജോലികൾ ചെയ്യിച്ചു, അല്ലേ? ചാറ്റ് ജി പി ടിക്ക് ടെക്സ്റ്റിലെ ഒരു ചിത്രം കൊടുത്ത് കുറച്ച് ജോലി ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവൻ ചാറ്റ് ജി പി ടി തയ്യാറാക്കിയെന്ന കണ്ടന്റ് എല്ലാം കോപ്പി ചെയ്തിട്ട് രണ്ടാമത്തെ ജനറേറ്റിന്റെ അടുത്ത് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രസന്റേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തിരിക്കേണ്ടത്. എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. 4 സ്ലൈഡിനുള്ള കണ്ടന്റ് കിട്ടി. ഇത്രയും ആയല്ലോ, കണ്ടല്ലോ, 4 സ്ലൈഡിനുള്ള കണ്ടന്റ്. ഇനി ഇതിന്റെ താഴെ വാട്ട് ഡു യു വാണ്ട് ടു ഡു വിത്ത് ദിസ് കണ്ടന്റ്? ജനറേറ്റ് ഫ്രം നോട്ട്സ് ഓർ ആൻ ഔട്ട്ലൈൻ. നോട്ട് നിന്ന് തയ്യാറാക്കാം. സംറൈസ് ലോങ് ടെക്സ്റ്റ് ടു ഡോക്യുമെന്റ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കാം. ഈ നോട്ടിൽ നിന്നും നമുക്കൊന്ന് തയ്യാറാക്കി തരട്ടെ. യെസ്, നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ സ്ലൈഡ് ബൈ സ്ലൈഡ്. ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്, തേർഡ് സ്ലൈഡ്, ഫോർത്ത് സ്ലൈഡ്. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് നേരത്തെ കാണിച്ച പോലെ 2 കോളം 3 കോളം ഒക്കെ തന്നിട്ടുണ്ട്. ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. റൈറ്റ് ഫോറിനകത്ത് എലമെന്ററി സ്കൂൾ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ടോൺ, എങ്ങനത്തെ ടോണിലാണ് അത് ചെയ്തു തരേണ്ടതെന്ന് പറയുന്നുണ്ട്. കണ്ടന്റ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയാണ് വന്നത്. 4 ടെംപ്ലേറ്റ് ഉണ്ട്. ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഫോട്ടോ സജസ്റ്റഡ്, കുറേ സാധനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് കൊടുക്കുക. ഏതാണോ ചിത്രം, നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് കൊടുക്കുക. ജനറേറ്റ് കൊടുക്കുക. പണി കഴിഞ്ഞു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് എയുടെ സഹായത്താൽ തയ്യാറാക്കാൻ പറ്റും. ഒന്ന് വായിച്ചൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ അതിനെ റെഡിയാക്കി അടുത്ത ദിവസം ലാപ്ടോപ്പിൽ കാണിക്കത്തക്ക രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാം.
നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ച് പറഞ്ഞെങ്കിലും ഇനി ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് സബ്ജക്റ്റ് ബേസ് ചെയ്തായിട്ട് കൂടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ബാച്ച് കഴിഞ്ഞിട്ട് അത് ഇപ്പം നിങ്ങളെ അറിയിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ട് ഒരു പുതിയ കാര്യം ഒന്ന് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. വലിയ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തി നോക്കണം. കൈകൊണ്ട് എഴുതി തയ്യാറാക്കുന്ന പരിപാടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയിരിക്കുക. എല്ലാം ഇങ്ങനത്തെ AI ടൂളുകളുടെ കാലഘട്ടമാണ്. വരച്ച് തയ്യാറാക്കുന്ന ആ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു, പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ലേൺ ചെയ്തു എന്നുള്ളതിനെ പറയുന്നുണ്ട്. ഓക്കെ ടീച്ചേഴ്സ്, നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഒരു EVSന്റെ ഒരു പിക്ചർ എടുത്തു. അതിനെ നമുക്ക് ഇതിനകത്ത് കൊടുത്തു. പരീക്ഷണത്തിനെ വിശദീകരിച്ച് അതിൻ്റെ റിസൾട്ട് അടക്കം പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി അടുത്ത് ഇതിൻ്റെ ഒരു ഡൗട്ട് സെക്ഷനാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത മ്യൂസിക് തയ്യാറാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിന് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എക്സ്പോർട്ട് PDF എന്ന് പറയുന്ന ടൂൾ കൊടുത്ത് PDF ആക്കി. പവർ പോയിന്റ് വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കാണാം, എന്തും റിസൾട്ട് കാണണമല്ലോ, അതാണ് നമ്മുടെ ഒരു പതിവ്. PDF രൂപത്തിൽ അതിൻ്റെ റിസൾട്ട് കണ്ട് നമുക്ക് ഡൗട്ടുകൾ ചർച്ച ചെയ്യാം. 9 പേരുണ്ട്. ടീച്ചേഴ്സ്, എന്തെങ്കിലും സംശയമുണ്ടോ? ഹലോ. സാർ നമുക്ക് ഇതൊരു ഫുൾ ചാപ്റ്റർ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും പറ്റും. ഫുൾ ചാപ്റ്റർ ഞാൻ കൊടുക്കാനായിട്ട് ആദ്യം എടുത്താണ്. പിന്നീട് വിചാരിച്ചു ആ, ഒരു പിക്ചർ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് മാത്രം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഫുൾ ചാപ്റ്റർ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഒരു ചാപ്റ്റർ മാത്രം, ഒരു പേജ് ഒറ്റ ചിത്രം കൊടുത്തപ്പോൾ എനിക്ക് എളുപ്പമുണ്ടായെന്ന് വെച്ചാൽ അത് മാത്രമേ വന്നുള്ളൂ. ആ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ എളുപ്പമുണ്ട്. മറ്റേത് AI ഫുള്ള് തയ്യാറാക്കി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആയിപ്പോവും. ഒരുപാട് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ജെർമിനേഷനെ കുറിച്ചും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരെയല്ലേ. എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് തോന്നണ പോലെയൊക്കെ അങ്ങ് ചെയ്തു തരും. എപ്പോഴും നല്ലത് നമ്മൾ അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിനെ എടുക്കുന്ന കണ്ടന്റിനെ മാത്രം ടോപ്പിക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറ്റൊന്ന് നമുക്ക് പരീക്ഷണം നടത്തി നോക്കാം. ടെക്സ്റ്റ് ഫുള്ളും ഒക്കെ ടീച്ചർ ഒന്ന് ഒരു യൂണിറ്റ് ഫുള്ളും ഒന്ന് കൊടുത്തു നോക്കണം. അപ്പം അത് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്തായിരുന്നാലും അനലൈസ് ചെയ്യണമല്ലോ. നമുക്ക് അത്രയും ലോഡ് കൂടുതലാണ്, വർക്ക് ലോഡ് കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ AI തയ്യാറാക്കി തരുന്ന സാധനം നമ്മൾ അനലൈസ് ചെയ്ത് കറക്റ്റ് ആണോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തിനേയും ചെറുതാക്കി വെച്ചാലാണല്ലോ എളുപ്പം. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ?
ചെയ്യേണ്ട സ്റ്റെപ്പുകളൊക്കെ ഓക്കെ ആണോ? 2 തവണ നമ്മൾ ചെയ്തു, 2 വ്യത്യസ്ത സാധനം. ലാൽ സാർ ഓക്കെയാണ്. ഓക്കെയാണ്? ഓക്കെ ഓക്കെ, എളുപ്പമായിരുന്നു, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ട്ബുക്ക് പഠിച്ചതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഇത്. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് പരീക്ഷണം നടത്തി നോക്കിയാൽ മാത്രമേ നമ്മൾ ഈ കോഴ്സ് ചെയ്തതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കടലാണ്. ഞാൻ പറഞ്ഞത് വളരെ ചെറിയൊരു ഘട്ടം മാത്രമേ പറഞ്ഞുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പാട്ട് തയ്യാറാക്കുക. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഒരു ടെക്സ്റ്റ് എടുക്കുന്നു, അതിനെ ഒരു പാട്ട് രൂപത്തിലാക്കുന്നു, നമ്മൾ കേൾക്കുന്നു, ആസ്വദിക്കുന്നു. മലയാളമായിരിക്കുമല്ലോ നല്ലത്. ഇങ്ങനെ സ്ഥിരം ക്ലാസ്സിൽ എടുക്കുന്ന ഒരു ഇത് തന്നെ എടുക്കാം. ഒൻപത് പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്യും. സ്കൂൾ എല്ലാവരും പരീക്ഷ കഴിഞ്ഞ ഒരു ചെറിയൊരു റിലാക്സ് ആവാനാണ് സാധ്യത. മലയാളത്തിൻ്റെ പാർട്ട് 1 എടുക്കാം. ആ, അത് തന്നെ വന്നു. സൈക്കിള്. മൈക്കിള് ചേട്ടാ സൈക്കിള്. എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഈ ടെക്സ്റ്റ് ഇല്ലേ, മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, ഇതിനെ ഞാൻ ഇമേജിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും. ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് ഇമേജിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും, ടെക്സ്റ്റിനെ നമ്മൾ മ്യൂസിക്കായിട്ട് മാറ്റും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു കൂടെ പറയാം. ഇതൊരു പാഠഭാഗത്തിലെ ഒരു കവിത അല്ലേ, മൈക്കിളു ചേട്ടാ സൈക്കിള് വേണം എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുകയാണ്. ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. എടുത്തു. അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിക്കഴിഞ്ഞു. ഇനി കോപ്പി ആയിക്കഴിഞ്ഞല്ലോ. ഇനി ജെമിനിയിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി, സാധാരണ നമ്മൾ ചാറ്റ് GPT ആണ് ആശ്രയിക്കാറ്, ഇത്തവണ ജെമിനിയിലേക്ക് പോവാം. ജെമിനി സ്റ്റുഡിയോ തന്നെ വേണ്ട, ജെമിനി മതി. ജെമിനി സ്റ്റുഡിയോ വേറെ സാധനം. ജെമിനി എടുക്കുക. ജെമിനിയുടെ ഐക്കണൊക്കെ നോക്കി നമുക്ക് അറിയായിരിക്കും. ജെമിനി, ചാറ്റ് GPT, ജെമിനി നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നവരാണല്ലോ. ഈ ചാറ്റ് GPTയിൽ അവസരം നിങ്ങൾ തീരുമ്പോൾ ജെമിനിയിലേക്ക് വരും. അപ്പോൾ ഇതിനകത്ത് ആദ്യം പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇത് മലയാളത്തിൽ നമുക്ക് ആ വരികൾ അതുപോലെ കിട്ടണം. സൈക്കിള് ചേട്ടാ എന്നാണ് പറയുന്നത്, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ തെറ്റുകൾ ഉണ്ട്. നമുക്കിത് സെയിം സാധനം ചാറ്റ് GPTയിൽ കൊടുത്തു നോക്കാം, തെറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഏതാണ് മികച്ചത് നോക്കാം. Ctrl+V. നമ്മൾ അവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്കിനെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇമേജ് ടു ടെക്സ്റ്റ്. ആരാണ് മികച്ചതെന്ന് നോക്കാം. ഒരിക്കൽ കൂടെ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. I need exact same text to audio. മൈക്കിള് ചേട്ടാ, ഇവിടെ നമ്മൾ എണ്ണം ഏതെണ്ണം ചാറ്റ് GPT എണ്ണം കറക്റ്റായെന്ന് തോന്നുന്നു. നോക്കണം. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, സൈക്കിള് വേണം. എങ്ങോട്ടാ, ഇവിടെ എങ്ങടാ മോനെ, എങ്ങോട്ടാ മോനെ. ചന്ദ്രനിലേക്ക്. ഓക്കെ.
എന്തിനാ മോനെ? എന്തിനാ മോനേന്ന് ഇവിടെ ഒരു തെറ്റുണ്ട്. നിലാവ് കൊള്ളാം. സൈക്കിള് ചവിട്ടാൻ, സൈക്കിള് ചേട്ടാൻ. ഒരു പുതിയ ചാറ്റ് എടുത്തിട്ട് ഒരിക്കൽ കൂടെ നോക്കാം. എക്സ്ട്രാക്ട് കൊടുത്ത് നോക്കാം. ഇമേജ് ടു ടെക്സ്റ്റ്. എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്? എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ? നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ. ഉം. മംഗ്ലീഷ് കീബോർഡ്. മംഗ്ലീഷ്. ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൂഗിൾ ലെൻസ് ആണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരു ക്ലാസ്സിൽ ഗൂഗിൾ ലെൻസ് ചെയ്തു കൊടുത്തു, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഗൂഗിൾ ലെൻസ്. നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടണേ? ഗൂഗിൾ ലെൻസ്. ഗൂഗിൾ ലെൻസ് കൊടുത്തിട്ട് അതിനകത്ത് കൊടുക്കാം. അയ്യോ 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 അയ്യോ, ആപ്പിലോട്ടാണ് പോണത്. ഇമേജ് ടു ടെക്സ്റ്റ്. ആ, അത് തന്നെ പരിപാടി. യെസ്. ചില കാര്യങ്ങൾ ഇങ്ങനെ അറിയായിരിക്കും, അബദ്ധം പറ്റും. ഓക്കെ ടീച്ചേഴ്സ്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എന്നെ ഈ ഇവൻ ശരിയാക്കി തന്നില്ല, ചാറ്റ് GPT തയ്യാറാക്കി തന്നില്ല, ജെമിനി തയ്യാറാക്കി തന്നില്ല. രണ്ടുപേരും പറ്റിച്ചു. ഒരുപാട് അധ്യാപകർ ചെയ്യുന്ന ടൂളാണ് ഏതാ? ഗൂഗിൾ ലെൻസ്. അപ്പം അത് ഞാൻ എങ്ങനെ എടുത്തേ? ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ഏത് ചിത്രം, ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിനെ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്തു. ടെക്സ്റ്റ് പോയാ? ടെക്സ്റ്റ് എവിടെയായിരുന്നു? ടെക്സ്റ്റ് ഞാൻ ക്ലോസ് ചെയ്തു. ഒന്ന് എന്ന് പറയാം. നമുക്ക് എല്ലാ സ്റ്റെപ്പും ഒന്ന് എന്ന് തുടങ്ങാം. സ്കൂൾ. സ്കൂൾ ഓപ്പൺ ആക്കി ടെക്സ്റ്റ് എടുത്ത് 4ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1 മലയാളം. ഉം. ആ, ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. പ്രിന്റ് സ്ക്രീൻ എടുത്ത് ഈ വരിയുടെ അത്രയും സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി നമ്മുടെ ഗൂഗിൾ ലെൻസ് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തില്ല, ഇതിനകത്ത് വെറുതെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഗൂഗിൾ വന്നു. ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇമേജ്. അയ്യോ അയ്യോ. ഗൂഗിൾ. ഗൂഗിൾ അടിച്ചു.
ഇവിടെ ഓക്കെ. സെലക്ട് ടെക്സ്റ്റ്, കോപ്പി, കോപ്പി. ഓക്കെ ഓക്കെ ഓക്കെ, വല്ല വിധനെ ഒപ്പിച്ച്. ആ, ഇതിന്റെ പരിപാടി ഇതാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരിക. എവിടെ? ജെമിനിയിൽ കൊണ്ടുവരണം. ഓക്കെ, ജെമിനിയിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ആ മ്യൂസിക് ആക്കി തരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ക്രിയേറ്റ് മീ മ്യൂസിക്, ഇതാണ് നമ്മുടെ പ്രോംപ്റ്റ്. ക്രിയേറ്റ് മീ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് അതിൻ്റെ അകത്ത് വരികൾ പേസ്റ്റ് ചെയ്തിടുക. ഈ സൈക്കിള് ചവിട്ടാൻ എന്നുള്ളത് വേണമെന്നില്ല, ഞാൻ ഒഴിവാക്കാം. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എന്ന് മുതൽ ഇതൊരു എത്ര സെക്കൻഡ്, 30 സെക്കൻഡ് 40 സെക്കൻഡേ ഉള്ളേ, അത്രയും കിട്ടത്തുള്ളൂ. അപ്പം പിന്നീട് വേണമെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നീളത്തിലുള്ളത് വേണ്ട. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ക്രിയേറ്റ് മീ മ്യൂസിക്, ക്രിയേറ്റ് മീ മ്യൂസിക്. നമ്മൾ 2 ടൂളാണ് പഠിക്കുന്നത്. ഒന്ന് ഗൂഗിളിൻ്റെ ജെമിനി, അതിനകത്ത് നമ്മളെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ക്രിയേറ്റ് മീ മ്യൂസിക് എന്ന് പറയുന്ന ടൂളാണ് കൊടുക്കുന്നത്. സോറി, പ്രോംപ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇനി മറ്റൊരു ടൂൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടേ. വോയിസ് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് പറയണേ. മൈക്കിൾ ചേട്ടാ സൈക്കിള് വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവു കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ടു ചേട്ടാ. ബ്രേക്കില്ല മോനെ, കാലുണ്ടു ചേട്ടാ. ടയറില്ല മോനെ, ചിറകുണ്ടു ചേട്ടാ. എന്നാലെടുത്തോ, പോയി വരാം ട്ടോ. നമുക്ക് ഈ മ്യൂസിക് നമ്മൾ തയ്യാറാക്കി. ഇത് കേട്ടല്ലോ അല്ലേ? മ്യൂസിക് കേട്ടോ? കേട്ടു. ആ ആ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് മീ മ്യൂസിക് എന്ന് മാത്രം കൊടുത്താൽ മതി. ബ്രാക്കറ്റ് കൊടുത്ത് അതിൻ്റെ അകത്ത് ആ വരികൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതുപോലെ മറ്റൊരു ടൂളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പരിചയപ്പെട്ടാം. അതിൻ്റെ പേര് സുനോ എന്നാണ്. സുനോ, സുനോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ആണ്, ആപ്പും ആണ്. ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ സുനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ സാധ്യതകളൊക്കെ ഒരുപാട് കൂടുതലാണ്. ഈ മ്യൂസിഷ്യൻസിൻ്റെയൊക്കെ ജോലി കളയുന്ന ഒരു സാധനമാണിത്. എല്ലാ മേഖലകളും ഇപ്പോൾ ജോലികളൊക്കെ മാറി മാറി വരികയാണല്ലോ. ഈ ഗ്രാഫിക് ഡിസൈനേഴ്സിനൊക്കെ ഇപ്പോൾ വർക്ക് വളരെ കുറവാണ്. കാരണം AI വന്ന് അവരുടെ ജോലിയൊക്കെ പോയി. ഇത് പാട്ടുകാരുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. ഇനി സിനിമാക്കാരുടെയൊക്കെ വയറ്റത്തടിക്കും AI ഫിലിംസ് വരുന്നതോടുകൂടി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഫീൽഡുകളൊക്കെ മാറി മാറി വരും. വർഷങ്ങൾക്കുള്ളിൽ പുതിയ ജോബ് സാധ്യതകളൊക്കെ വരും.
അപ്പം നമ്മളും അതിനനുസരിച്ച് മാറണം. അതിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സുനോ എന്ന് പറയുന്ന ഒരു ആപ്പാണ്, ഒരു വെബ്സൈറ്റും കൂടിയാണ്. ഈ കാണുന്നതാണ് സുനോ. സുനോയ്ക്കും ജിമെയിൽ വഴി നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ജിമെയിലിൽ മുന്നേ ഒരിക്കൽ സുനോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ ഇമെയിൽ ഐ ഡി ഇതിനകത്ത് കാണിച്ച് ഇതിനകത്ത് വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ജിമെയിൽ കാണിക്കുക, ആ ജിമെയിലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സുനോയ്ക്കകത്തോട്ട് ലോഗിൻ ആവും. ഇതിനകത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ വരുമ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റിനെ നേരത്തെ ചെയ്ത പോലെ ആ ടെക്സ്റ്റ് കൊടുത്ത് അതിനെ പേസ്റ്റ് ചെയ്ത് ഇവിടെ താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. മൈക്കിൾ ചേട്ടാ എന്നുള്ള വരി മുതൽ ക്രിയേറ്റ് കൊടുക്കുകയാണ്. നാലെണ്ണം സാമ്പിൾ വന്നിട്ടുണ്ട്. ഇതിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സോങ് ആയിട്ട് കിട്ടുമെന്നാണ് പറയണേ. നമുക്കൊന്ന് കേട്ട് നോക്കണം. ഈ രണ്ടെണ്ണമാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് കേൾക്കാൻ പാകത്തിനുള്ളത്. ഈ രണ്ടെണ്ണം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കഴിഞ്ഞില്ല. നമ്മുടെ ഇനി അടുത്ത ക്ലാസ് തിങ്കളാഴ്ചയാണ് വരുന്നത്. തിങ്കളാഴ്ച നമുക്ക് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണേ. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ക്ലാസ് ഓണം ആയതുകൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലാണ്. അല്ലെങ്കിൽ അടുത്ത മൺഡേ വയ്ക്കാം. ഞാൻ പ്ലേ കൊടുത്തു. മൈക്കിൾ ചേട്ടാ സൈക്കിള് വേണം എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ദില്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ ടയറിൽ മോനെ, ചിറകുണ്ട് ചേട്ടാ എന്നാലെടുത്തോ പോയി വരാം ഡോ, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി പാലിട്ട റോഡിന്മേൽ താളത്തിലോടി ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമ്മേ കേറി അവിടന്നും ചവിട്ടി ആകാശം കേറി, ആകാശം കേറി. ടീച്ചേഴ്സ്, എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പിള്ളേരെ കയ്യിലെടുക്കാൻ പറ്റിയ നല്ല പ്രവർത്തനമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ MP3 കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് എനിവേ എന്ന് ചോദിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ടും ലാപ്ടോപ്പിലും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. 8 പേരുണ്ട്. സംശയങ്ങൾ പോരട്ടെ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ ആരെങ്കിലും എന്നോടൊപ്പം? ലാൽ സാർ, ട്രീസ ടീച്ചർ, ഷീബ ടീച്ചർ, റോഷ്ന ടീച്ചർ, ആശ ടീച്ചർ.
ഹലോ, ആരും ഇല്ലേ? സാർ നമുക്ക് ഇതിനകത്ത് മെയിൽ വോയിസ് ഫീമെയിൽ വോയിസ് മറ്റേ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വല്ലതും ഉണ്ടാ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ മറ്റേതിനകത്ത് ഇവിടെ താഴെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് മെയിൽ വോയിസ് അല്ലേ കേട്ടെ? നമുക്ക് ഇവിടെ വോയിസിനകത്ത് ഞാനിപ്പോൾ ഇത് പേസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. നേരത്തെ പേസ്റ്റ് ചെയ്തിട്ട് വോയിസസ് ഇല്ലേ, ഈ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണം കൊടുക്കാൻ. ഈ വോയിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നോ വോയിസ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ സംവിധാനം കൊണ്ടുവയ്ക്കുന്നത്. സ്റ്റൈല്, മോർ ഓപ്ഷൻ. ഈ ഇലക്ട്രിക് ബീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരും. ഫീമെയിൽ ഫീമെയിൽ വോയിസ് സ്റ്റൈലിനകത്ത് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റ്, അതിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, വോക്കൽ ജെൻഡർ ഫീമെയിൽ. ഇത് ഓണാക്കി ഇടാം. ഇത്രയും കൊടുത്തൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മുടെ സ്വന്തം ശബ്ദം ഉണ്ടല്ലോ, അതിനെ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഉള്ളത് നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിൽ പാടിത്തരും. അത് ഈ ഫ്രീ വെർഷനിൽ തന്നെ ഉണ്ട്. പക്ഷെ നല്ല പണിയുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. യെസ്, ഇവിടെ ഫീമെയിൽ ആയിരുന്നു കേട്ടോ. വോക്കൽ ജെൻഡർ ഫീമെയിൽ. സൈക്കിളു ചവിട്ടാൻ മൈക്കിളു ചേട്ട സൈക്കിളു വേണം എങ്ങടാ മോനെ ചന്ദിനിലെത്തി എന്തില മോനെ നില്ലടാ മോനെ നിലാവ് കൊള്ളാൻ എല്ലില്ല മോനെ. ഓക്കെ ടീച്ചേഴ്സ്, വേറെ എല്ലാവരും ടയർഡായെന്ന് തോന്നുന്നു. പരീക്ഷ ഒക്കെ നടത്തി ഒരാഴ്ചത്തെ. നേരത്തെ ഒരു ഹിന്റ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഇന്നത്തെ ക്ലാസ്. ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല. ഹലോ ടീച്ചേഴ്സ്, എന്തു പറയുന്നു? നമുക്ക് പിരിയാം, വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഈ ക്രെഡിറ്റ് തീരുന്നതിനനുസരിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മെയില് പുതിയത് ക്രിയേറ്റ് ചെയ്തുണ്ട് മതി മതി, അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്തെ ഇങ്ങനെ ചെയ്യേണ്ട. അതെ, ഈ ഫ്രീ ഇമെയിൽ ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ചെയ്ത്. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പെയ്ഡ് ചെയ്യുമ്പോഴേ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് അടിച്ചു പോകും. ഇതിൻ്റെ ടോക്കൺസ് ഒക്കെ അടിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീയിൽ നമ്മൾ ചെയ്ത് കുറേയൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ അങ്ങ് തെളിയും.
പിന്നീട് നമുക്കിത് കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ടിലൊക്കെ പെയ്ഡ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാം. അപ്പം അത് ഫ്രീയിലാണ് ആദ്യം ചെയ്ത് പഠിക്കേണ്ടത്. ആ ആ പഠിച്ച് നമ്മളൊന്ന് ഓക്കെ ആയി, കുഴപ്പമില്ല, പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ മാത്രം പെയ്ഡിലോട്ട് നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പം ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പെയ്ഡ് കൂടുതൽ വേണ്ടി വന്നേക്കാം. കാരണം ലെങ്തി ആയിട്ടുള്ള ഇവർ കുറച്ച് സമയമല്ലേ നമുക്ക് തരും. ഇപ്പം 2 മിനിറ്റ് ആണ് തന്നേക്കുന്നത്. ചിലപ്പോൾ ഒരു ആ 10 മിനിറ്റ് സെയിം മ്യൂസിക് അല്ലേ വേണ്ടത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പെയ്ഡ് കുഴപ്പമില്ല, പിന്നീട് ഉപയോഗിക്കാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ?